നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 ടോപ്പിക്സ് ആണ്. പക്ഷെ അതിനായിട്ട് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ നോക്കുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെ തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സാം കാരണം നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ഇത് കൂടുതൽ ഉപകാരപ്പെടുക. അപ്പോൾ അത് മാക്സിമം ഷെയർ ചെയ്യുക. അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് വരെ ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് എക്സാം ടെസ്റ്റ് പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വല്ല കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കാണാം, അവർക്കൊക്കെ നമ്മൾ ഇത് ഷെയർ ചെയ്യുക. അങ്ങനെ എങ്ങനെയാണ് പാസ്സാവുക, അത്ര തന്നെ. പാസ്സാവും സംഭവം. നമുക്ക് ജസ്റ്റ് എങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങളെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് പാസ്സാവുന്നുള്ളൂ. പിന്നെ നമ്മുടെ വേർഡ്സിൽ നമ്മൾ എഴുതി വയ്ക്കണം. ബേസിക് നമ്മൾ നോക്കുന്നത് ഇതിലെല്ലാത്തിലും ഫുള്ള് ക്വാളിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ക്വാളിറ്റി സംബന്ധമായിട്ട് നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ അല്ലെങ്കിൽ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എഴുതി കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവുന്നതാണ്. അപ്പോൾ മാക്സിമം അത് ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വേറെ വീഡിയോസും ചെയ്യണതായിരിക്കും. അപ്പോൾ ഇതൊരു 4 പ്ലേലിസ്റ്റിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മൊഡ്യൂൾ 1 തൊട്ട് മൊഡ്യൂൾ 5 വരെ പെട്ടെന്ന് കവർ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. വേറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, ഓരോ ടോപ്പിക് വൈസ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് വേണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അത്ര തന്നെ. സോ ഇൻട്രൊഡക്ഷൻ ടു ക്വാളിറ്റി എഞ്ചിനീയറിംഗ്. ക്വാളിറ്റി എഞ്ചിനീയറിംഗിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് ഫോക്കസ് ഓൺ മേക്കിംഗ് ഷുവർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഡിസൈൻ ഡെവലപ്ഡ് ആൻഡ് മീറ്റ് ആൻഡ് എക്സീഡ് കൺസ്യൂമർ എക്സ്പെക്ടേഷൻ ആൻഡ് റിക്വയർമെൻറ്റ്സ്. അതിലെല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഗുഡ് ഡിസൈൻസിന് അനാലിസിസ് തൊട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരെ ക്വാളിറ്റി എഞ്ചിനീയറാണ് ഇതിലൊക്കെ ഉറപ്പ് വരുത്തേണ്ടത്. മേക്ക് ഷുവർ ദാറ്റ് മാനുഫാക്ചേഴ്സ് നല്ല രീതിയിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതും ഒപ്പം തന്നെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കാര്യങ്ങൾ നീക്കേണ്ടതെന്നും ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ക്വാളിറ്റി എഞ്ചിനീയറാണ്. സോ ക്വാളിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് എ ഫിറ്റ്നസ് ഫോർ പർപ്പസ്. പല ഡെഫിനേഷൻസ് ഉണ്ട്. അതിലത്തെ ഒരു ഡെഫിനേഷനാണ് എന്താണത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണ്, അതിനനുസരിച്ച് നല്ല ഉള്ള പ്രവൃത്തി കാഴ്ചവെക്കുന്നത്. സോ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ഡിവൈസ് ഇസ് എ ഡിഗ്രി ഓഫ് കൺഫോമൻസ് ടു അപ്ലിക്കബിൾ സ്പെസിഫിക്കേഷൻ ആൻഡ് വർക്ക്മാൻഷിപ്പ് സ്റ്റാൻഡേർഡ്. നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അതിന് ഡയറക്റ്റ്ലി അപ്ലൈഡ് ആവുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്വാളിറ്റി എന്ന് പറയാം. അത് ഡിസൈൻ സ്പെസിഫിക്കേഷനും പ്രൊഡക്ഷൻ സിസ്റ്റം മാനുഫാക്ചറിങ് പ്രൊസീജിയർ അനുസരിച്ചിരിക്കും. പിന്നുള്ളതാണ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി എഞ്ചിനീയറിംഗ് ഫോക്കസ് ഓൺ മേക്കിംഗ് ഷുവർ ദാറ്റ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഡിസൈൻഡ് ഡെവലപ്ഡ് ആൻഡ് മീറ്റ് ഓർ എക്സീഡ് കസ്റ്റമർ എക്സ്പെക്ടേഷൻ റിക്വയർമെന്റ്. കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ഡിസൈൻ ചെയ്യുന്നതാണ് ക്വാളിറ്റി എഞ്ചിനീയറിംഗ്. അതിൽ എല്ലാ ആക്ടിവിറ്റീസ് അത്യാവശ്യം ഉണ്ടാവും റിലേറ്റഡ് ടു അനാലിസിസ് ഓഫ് ഗുഡ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. So quality engineering makes sure that the manufacturing with the goods according to the specification. Objective of quality control to ensure the production on non-defective parts. Non-defective parts-ൽ അതിൻ്റെ പ്രൊഡക്ഷൻ എൻഷുർ ചെയ്യാനും പിന്നെ കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ എങ്ങനെ പ്രോഡക്റ്റ്സ് കൂടുതൽ ഇപ്പോൾ മാർക്കറ്റിൽ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ അവർ ആക്സെപ്റ്റബിൾ ആവുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് കമ്പനീൻ്റെ പ്രോഫിറ്റ് കൂട്ടുക. കമ്പനീൻ്റെ കോസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഡിഫക്റ്റ് വരുന്നതിൽ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഓവർ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്ത് കോസ്റ്റ് കുറയ്ക്കാം. അങ്ങനെ രീതിയിൽ എങ്ങനെയൊക്കെ കോസ്റ്റ് കുറയ്ക്കാമെന്ന് നോക്കുക. പിന്നെ എങ്ങനെയാണ് ലോ പ്രൈസിൽ നമുക്ക് കൂടുതൽ ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഇൻ്റർചേഞ്ചബിലിറ്റി ഓഫ് കമ്പോണൻസ് മാനുഫാക്ചർ. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പോണൻസ് അങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള മാക്സിമം പോസിബിലിറ്റി നോക്കുക. സോ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒരു ക്വാളിറ്റി കൺട്രോൾ പോളിസി ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുക. ഇൻസ്പെക്ഷൻ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് ഇൻസ്പെക്ഷൻ പോയിന്റ്സ് കൊടുക്കുക. ഇൻസ്പെക്ഷൻ പോയിന്റ്സ് സെറ്റ് ചെയ്യുക. പിന്നെ സെലക്ഷൻ ഓഫ് ഇൻസ്പെക്ഷൻ ഗേജസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്. നമുക്ക് ആവശ്യമുള്ള ഇൻസ്ട്രുമെന്റ്സ് ഗേജസ് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യാനുള്ളത്. പിന്നെ ഡിസൈഡ് ചെയ്ത് 100% ഇൻസ്പെക്ഷൻ വെച്ചാൽ അത് സാമ്പിൾ ഇൻസ്പെക്ഷൻ ചെയ്യണമെന്ന് തീരുമാനിക്കുക. പിന്നെ ടേക്കിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ദ സാമ്പിൾസ് ബീങ് മാനുഫാക്ചർഡ്. പിന്നെ വർക്കിംഗ് ഓൺ ഫൈൻഡിങ് എലിമിനേറ്റ് ചെയ്യുന്ന കോസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ട്രബിൾ. എന്താണ് ക്വാളിറ്റി കൺട്രോൾ ട്രബിൾ ഉണ്ടാക്കണം, അതിനെ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക, അതിന്മേൽ വർക്ക് ചെയ്ത് അത് എലിമിനേറ്റ് ചെയ്ത് കളയുക. പിന്നെ ക്വാളിറ്റി റിപ്പോർട്ട്സ് ഇഷ്യൂ ചെയ്യുക. Quality assurance means assuring the desired quality, reliability and service and other aspects in manufactured products by scientific techniques. Scientific techniques-ലൂടെ നമുക്ക് ഒരു പ്രൊഡക്റ്റിൽ ഫുൾ റിലയബിലിറ്റിയും ക്വാളിറ്റി സർവീസ് എല്ലാം മാനുഫാക്ചർ പ്രൊഡക്റ്റുമ്പോൾ കുറക്കുന്നതാണ് ക്വാളിറ്റി അഷുറൻസ്. സോ ക്വാളിറ്റി അഷുറൻസ് aim to prevent defects before they occur through process design. പ്രോസസ്സിൽ ഡിസൈനിലൂടെ തന്നെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ആ ഡിഫക്റ്റ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ക്വാളിറ്റി അഷുറൻസ് ചെയ്യുന്നത്. സോ ബിൽഡിംഗ് ക്വാളിറ്റി ഇൻ ടു ദ പ്രൊഡക്റ്റ് requires the following: quality of design, quality of conformance, quality of performance and quality of service. ക്വാളിറ്റി ഡിസൈൻ നമ്മൾ ഡിസൈൻ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുത്തുകൊണ്ട് കറൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ചെയ്തെടുക്കുന്നതാണ് ക്വാളിറ്റി ഡിസൈൻ. സോ അത് കസ്റ്റമേഴ്സിനും ഒപ്പം തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും നല്ല വാല്യൂ ആഡ് ചെയ്യും.
പിന്നെ ക്വാളിറ്റി ഓഫ് കൺഫേൺസ് ഇൻഡിക്കേറ്റ്സ് കൺസിസ്റ്റൻസി ഇൻ ഡെലിവറി ഇൻ ഡിസൈൻ. നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എത്ര എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെ നമ്മൾ ക്വാളിറ്റി ഓഫ് കൺഫേൺസ് എന്ന് പറയും. പിന്നെ ക്വാളിറ്റി പെർഫോമൻസ് ഇൻഡിക്കേറ്റ്സ് പെർഫോമൻസ് ഓഫ് ദ എൻഡ് പ്രോഡക്റ്റ്. അവസാനത്തെ പ്രോഡക്റ്റിൻ്റെ എത്ര രീതിയിൽ അത് പെർഫോം ചെയ്യണമെന്ന് കാണിക്കുന്നതാണ് ക്വാളിറ്റി ഓഫ് പെർഫോമൻസ്. Quality of service involves all the activities that will enable the customer to procure and use the product without any hassle. വേറൊരു ബുദ്ധിമുട്ട് കൂടാതെ ഒരു കസ്റ്റമറിന് ആ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ആണ് ക്വാളിറ്റി ഓഫ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അതോ വേറെ മാക്സിമം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിക്കതും ചോദിക്കുക. അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ബി പാർട്ടിൽ തന്നെ എ ബി ഒ ആയിട്ട് ചോദിക്കാവുന്നതാണ്. So quality assurance aims to development of process so that defects don't arise when the product is being developed. നമ്മൾ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് എത്ര പെട്ടെന്ന് തീരുമാനമാക്കാന്നാണ്, ഡിഫക്റ്റ് ഇല്ലാതാക്കാന്നാണെന്ന് ചോദിക്കണം. അവിടെ ഫിനിഷ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശേഷമാണ് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക. ഇതൊരു പ്രിവെൻറ്റീവ് ടൂളാണ് എന്ത് ക്വാളിറ്റി അഷുറൻസ്. മറ്റേതൊരു കറക്റ്റീവ് ടൂളാണ്. എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്നതാണ്. ഇത് എന്താ പറയുക, ഫിക്സ് ചെയ്യാനായിട്ട് മുമ്പുള്ളതാണ്. സോ ഇത് ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസിൽ പ്ലാനിങ് ഫോർ ഡൂയിങ് ഇത് പ്രോസസ്. ഇത് ക്വാളിറ്റി കൺട്രോളിൽ ആക്ഷൻ ഫോർ ദ പ്ലാൻഡ് പ്രോസസ്. പ്ലാൻ ചെയ്ത് പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള ആക്ഷനാണ്. ഇത് പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. എന്ത് ക്വാളിറ്റി അഷുറൻസ്. ക്വാളിറ്റിയോളം എന്താണ് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്. Quality assurance activities are determined before production work begins and performed while their product is being developed. Quality control activities are performed after the product is developed, but done after quality control. Quality assurance quality control ചെയ്ത ശേഷമാണ് ഇത് ചെയ്യുക. അല്ല, ക്വാളിറ്റി കൺട്രോളിനായിട്ട് മുമ്പാണ് ചെയ്യുക ക്വാളിറ്റി അഷുറൻസ്. സോറി, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി അഷുറൻസിന് ശേഷമാണ് ചെയ്യുക ക്വാളിറ്റി കൺട്രോൾ. സോ ക്വാളിറ്റി പ്ലാനിങ് ഹാസ് ടു ബി പ്ലാൻ ഫോർ എവറി പ്രൊഡക്റ്റ്. എല്ലാ പ്രൊഡക്റ്റിനും ഡോക്യുമെൻറ്റ് സർവീസിനെല്ലാം നമ്മൾ ചെയ്തിട്ട് അത് ഡോക്യുമെൻറ്റ് ചെയ്യേണ്ടത് വരും ക്വാളിറ്റി പ്ലാൻ സ്പെസിഫൈ ചെയ്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്, പിന്നെ എന്തൊക്കെ റിസോഴ്സ് നമുക്ക് ആവശ്യം വരും, എന്ത് സ്പെസിഫിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇത് പ്രിവെയിൽ ചെയ്യുന്നത്, അതൊക്കെയാണ് ക്വാളിറ്റി പ്ലാൻസ്. സോ ക്വാളിറ്റി പ്ലാനിങ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഓഫ് ഗോൾസ്, quality policies, quality requirements, standards are documenting them. So quality process involves the planning for the following: quality objective to be met, എന്തൊക്കെ ക്വാളിറ്റി ഒബ്ജക്റ്റീവ് നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ സ്പെസിഫിക് ഓഫ് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ പ്രാക്ടീസസ്. ആ ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി അഷുറൻസും എന്ത് പ്രാക്ടീസസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, പല രീതിയിലുണ്ടാവും. പിന്നെ റിസോഴ്സസ് നീഡഡ്, പിന്നെ സീക്വൻസ് ഓഫ് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ ആക്ടിവിറ്റീസ്. അപ്പോൾ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ 4 ഇതെന്ന് പറയുന്നത് ക്വാളിറ്റി പ്ലാനിങ്, ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. സോ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒക്കെ ഒരു കൂട്ടമാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഈ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ഒരു ഓവറോൾ മാനേജ്മെൻറ്റ്. സോ അതുകൊണ്ട് ക്വാളിറ്റി പോളിസി, ഒബ്ജക്റ്റീവ്, റെസ്പോൺസിബിലിറ്റീസ് അതൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ക്വാളിറ്റി പ്ലാനിങ്ങിലൂടെ, ക്വാളിറ്റി കൺട്രോളിലൂടെയും, ക്വാളിറ്റി അഷുറൻസിലൂടെ, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിലൂടെ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. So total quality management approach is often organized centered on quality based on the participation of all its members and aiming at a long-term success through customer satisfaction and benefit to all members of the organization and society. പിന്നെന്താ, ഒരു ബിഗ് ക്യൂ കോൺസെപ്റ്റ് ഉണ്ട്, സ്മോൾ ക്യൂ കോൺസെപ്റ്റ് ഉണ്ട്. സോ ഇതെല്ലാം അറ്റ് ലാസ്റ്റ് വരുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. മേക്കിംഗ് ഓൾ എംപ്ലോയീസ് ഇൻവോൾവിങ് ഇൻ ദോസ്. ടേക്കിങ്ങിൻ്റെ ആക്ഷൻ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. Commitment, specific knowledge, involvement. Commitment. The success of an effective TQM program depends on the attitude of the top management of an enterprise. Scientific knowledge. The best way forward for improving the process in use of scientific approach, not opinion or emotion. Involvement. The success of the quality management approach is dependent on well-trained and motivated staff that is involved in empower. അവിടെയുള്ള സ്റ്റാഫ് അനുസരിച്ചായിരിക്കും. കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ അത് എഫക്റ്റീവായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെന്റ് എടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ആ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായാലാണ് നടക്കുള്ളൂ. സയന്റിഫിക് നോളജ് നമ്മൾ എന്തൊരു സംഭവം സോൾവ് ചെയ്യണത് സയന്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ സയന്റിഫിക് നോളജ് അനുസരിച്ചായിരിക്കണം. അല്ലാതെ ഒരാളുടെ ഒപ്പീനിയൻ, ഒരാളുടെ ഇമോഷനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു കാര്യം ചെയ്യരുത്. ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് സക്സസ് ഓഫ് ദ ടോട്ടൽ കമ്മിറ്റിയിൽ നമ്മൾ എല്ലാവരും ഇൻവോൾവ് ചെയ്യണം. അതിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ക്വാളിറ്റിയിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് TQMന്റെ ആക്ഷൻസ് എന്ന് വരുന്നത്. സോ ഇതിന് എന്തൊക്കെ ബാരിയേഴ്സ് ആണ് ഉണ്ടാവുന്നത്, TQM ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ബാരിയേഴ്സ്? ഒന്ന്, നോൺ കമ്മിറ്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റ്, ഡിഫിക്കൽട്ടി ഇൻ ചേഞ്ചിങ് ഓർഗനൈസേഷൻ ആൻഡ് കൾച്ചർ, ഇംപ്രോപ്പർ പ്ലാനിങ്, insufficient training and education, improper organizational structures, difficulty in assessing data and results, lack of properly understanding customers. So ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. സോ അതിനോട് ഇതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നോൺ കമ്മിറ്റഡ് മാനേജ്മെന്റ് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ വർക്ക് ചെയ്യാനുള്ള എന്ത് കാര്യമില്ല. അപ്പോൾ അതാണ് നോൺ കമ്മിറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഒരു കാര്യം നടക്കില്ല. ഡിഫിക്കൽട്ടി ഇൻ ചേഞ്ച് ഓർഗനൈസേഷൻ കൾച്ചർ. ഒരു ഓർഗനൈസേഷൻ കൾച്ചറിൽ ഇപ്പോൾ ഒരു ഓൾറെഡി ഫോളോ ചെയ്ത് വരുന്ന കൾച്ചർ ഉണ്ടായിരിക്കും. അതൊന്നും നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അതിൽ വരുന്ന ഒരു ഡിഫിക്കൽട്ടി. പിന്നെ മര്യാദയ്ക്ക് പ്ലാനിങ് ചെയ്യാത്ത വന്ന് ഇംപ്രോപ്പർ പ്ലാനിങ് ആയി.
പിന്നെ ഇടന്മാരേക്ക് നമ്മൾ ട്രെയിനിങ് എഡ്യൂക്കേഷൻ കൊടുത്തില്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിന് അല്ലെങ്കിൽ സ്റ്റാഫ്സിന്മാരേക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യില്ല. പിന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഓർഡർ ഉണ്ട് എന്ന് വെച്ചാൽ ടോപ്പ് മാനേജ്മെൻറ്റ്, മിഡിൽ മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുക. സോ അത് പിന്നെ ഡിഫിക്കൽട്ടി ഇൻ അസസിങ് ഡാറ്റ ആൻഡ് റിസൾട്ട്, നമ്മൾക്കും നമ്മുടെ ഡാറ്റകളും റിസൾട്ട്സുമാരെയൊക്കെ നല്ല രീതിയിൽ അസസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഡിഫിക്കൽട്ടി വന്നാൽ നമുക്ക് അതിനനുസരിച്ച് അതും ക്വാളിറ്റിയിൽ ബാധിക്കും. സോ പിന്നുള്ളത് ലാക്ക് ഓഫ് പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമറിനെ നമുക്ക് മര്യാദയ്ക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് കസ്റ്റമറാണ് നമ്മുടെ എൻഡ് ആയിട്ടുള്ളൊരു, അവരെയാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. സോ അവരാണ് എല്ലാം. പിന്നെ അഡ്വാൻറ്റേജസ്, ഇത് അഡ്വാൻറ്റേജസ് ടേക്ക് ചെയ്യും. ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഡക്റ്റ് ക്വാളിറ്റി കൂട്ടും, പ്രോഡക്റ്റ് ഡിസൈൻ, പ്രോഡക്റ്റ് സർവീസ് ഒക്കെ കൂട്ടും. പിന്നെ മാർക്കറ്റ് പ്ലേസിൽ നമ്മുടെ ആക്സെപ്റ്റൻസ്, നമ്മളെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാൻ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ കമ്പനിയെ ഒരു ലീഡറായിട്ട് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ നോട്ട് എ ഫോളോവർ. പിന്നെ കസ്റ്റമേഴ്സ് ആർ ബെനിഫിറ്റ് ബൈ ഹാവിങ് ഫ്യൂവർ പ്രോബ്ലംസ്, കസ്റ്റമേഴ്സിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവുള്ളൂ വിത്ത് ദ ഗുഡ് ആൻഡ് പ്രോഡക്ട്സ് ആൻഡ് കസ്റ്റമർ കെയർ. കമ്പനീസ് ബെനിഫിറ്റ് ബൈ ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ്, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്, റെഡ്യൂസ്ഡ് കോസ്റ്റിൽ, പിന്നെ നല്ല പ്രൊഡക്ടിവിറ്റി, ഇംപ്രൂവ്ഡ് പ്രോഫിറ്റബിലിറ്റി, ക്വാളിറ്റി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ അഡ്വാൻറ്റേജസ്. പിന്നെ ക്രോസ്ബീസ് 14 സ്റ്റെപ്സ് ഫോർ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്, ഇത് എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കും. സോ ഇത് നോക്കി വയ്ക്കുക, എന്തായാലും ഉറപ്പാണ്. ഇതല്ലെങ്കിൽ വേറൊരു ഡെമിങ്സ് ഫിലോസഫി. സോ 14 steps to lead companies as a Demings and Durans suggested some tips for improving quality. Establish and ensure managing commitment. Form quality improvement systems for quality improvement process planning and administration. Establish quality measurement. Evaluate the cost of quality and explain it to use as a management tool to measure waste. Raise quality awareness among all employees. Take action to correct problems. Establish a zero defect committee and program. Been train supervisors and managers on their role and responsibility in the quality improvement process. Hold a zero defect day to refrain, manage and commitment. Encourage individuals and groups to set improvement goals. Obstacle reporting. Recognize and appreciate all participants. Establish quality councils to discuss quality matters on a regular basis. Do it all over again to demonstrate that the improvement process never ends. So quality engineering. ക്വാളിറ്റി എഞ്ചിനീയറിംഗ് ഒരു ട്രയോളജി ആണ്. ജോസഫ് ജോൺ ക്വാളിറ്റി ഗുരുവാണ്. ആള് ഭയങ്കര ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബിലീവ്സ് ക്വാളിറ്റി ഡസ് നോട്ട് ഹാപ്പൻ ബൈ ഇൻസിഡൻറ്റ്, ക്വാളിറ്റി ഒരിക്കലും ആക്സിഡൻറ്റിലൂടെ ഉണ്ടാവുന്നതല്ല, അത് പ്ലാൻ ചെയ്യേണ്ടതാണ്. അതാണ് ആള് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജുറാൻസ് ക്വാളിറ്റി ട്രയോളജിയിലെ ഒരു ഗ്രാഫാണ്. അതിൽ ക്വാളിറ്റി പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ആ ഗ്രാഫ് നോക്കുക. സോ ഇത്രയാണ് മൊഡ്യൂൾ 1. ഇനി നമ്മൾ മൊഡ്യൂൾ 2 ചെയ്തിട്ടുണ്ട്, മൊഡ്യൂൾ 3 ചെയ്യും, മൊഡ്യൂൾ 4 ചെയ്യും, മൊഡ്യൂൾ 5 ചെയ്യും. ഒരു ഒറ്റ പ്ലേലിസ്റ്റ് ആണ്. ഇതിൽ നമ്മൾ ഫാസ്റ്റ് റിവിഷൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാനോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ശേഷം ഇത് നോക്കുക, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് മുമ്പൊന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നോക്കുക, ഒരു ഓവർവ്യൂ കിട്ടുകയാണെങ്കിൽ അപ്പം ഇത് ഉപകാരപ്പെടും. പിന്നെ ഉള്ളത് ലാസ്റ്റ് മിനിറ്റ് ഒന്നും പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. സോ അവർക്ക് ഇത് ഉപകാരപ്പെടും. സോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ കമൻറ്റിൽ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. എന്ത് വീഡിയോസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോസ് നമ്മൾ എന്തായാലും ചെയ്യും. ഓരോ ടോപ്പിക് വൈസ് എടുത്ത് നമ്മൾ കാര്യങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. പിന്നെ ബേസിക്കലി അത്ര തന്നെ. സോ സബ്സ്ക്രൈബ്.